നന്മയുടെ അടയാളങ്ങളായിട്ട് ഞാൻ എനിക്കുണ്ടായ സഹനങ്ങളെയെല്ലാം കണ്ടു. ഓരോ സഹനവും അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന ആയിരുന്നുവെന്ന്. അതായത് മറ്റ് രൂപത്തിൽ വന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് അവയെല്ലാം കാണാൻ സാധിച്ചു. എല്ലാ സഹനങ്ങളെ പ്രതിയും, എല്ലാ ബുദ്ധിമുട്ടുകളെ പ്രതിയും, എല്ലാ ക്ലേശങ്ങളെ പ്രതിയും ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. അതുവരെ ഉണ്ടായ എല്ലാറ്റിനും ദൈവത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിച്ചു. അതുവരെ നടന്നതിനെല്ലാം നന്ദി പ്രകാശിപ്പിക്കുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നതിനെല്ലാറ്റിനെയും ദൈവത്തിനറിയാം എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നത് എന്നും. അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാനതെല്ലാം സ്വീകരിക്കുന്നുവെന്ന് ദൈവത്തോട് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചു അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ വ്യത്യാസം വന്നു. എൻ്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായപ്പോൾ ഭാര്യയ്ക്ക് എന്നോടുണ്ടായ സമീപനത്തിൽ, മക്കൾക്ക് എന്നോടുണ്ടായ സമീപനത്തിലൊക്കെ വ്യത്യാസം വന്നു. കുടുംബത്തിൽ സന്തോഷമായി, കുടുംബത്തിൽ സമാധാനമുണ്ടായി, കുടുംബത്തിൽ സ്നേഹമുണ്ടായി. ആദ്യമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് മടങ്ങി വരാനായിട്ട് സാധിച്ചു. പക്ഷേ നീണ്ട 23 വർഷം ഇതുപോലെ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, സഹോദരങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട്, കുടുംബാംഗങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ചു. ആ കാലഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നഷ്ടപ്പെടുത്തിയ വർഷങ്ങളായിട്ട് ഞാൻ ഇന്ന് കാണുകയാണ് എന്ന്. കുറ്റം അവരുടേതായിരുന്നില്ല, എൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരിലൂടെ, ഈ സംഭവങ്ങളിലൂടെ, ഈ സഹനങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ദൈവം എന്നെ നയിക്കുകയായിരുന്നു. കാരണം ദൈവം എന്നെ സ്വന്തമാക്കുവാൻ, എന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഞാൻ അതിന് സന്നദ്ധനാകാതെ വന്നപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നെ നയിക്കുകയായിരുന്നു. ഇതെല്ലാം ഓർത്തുകൊണ്ട് ആ യുവാവ് ഇന്ന് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അല്പസമയം മുൻപ് ബഹുമാനപ്പെട്ട വട്ടായിച്ച നിങ്ങളോടും പറയുകയുണ്ടായി, എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവനെന്ന്. എല്ലാറ്റിനെയും ഓർത്ത് എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവനെന്ന് പൗലോസ് ശ്ലീഹ എഫേസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളെ പ്രതിയും കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവനെന്ന്. ആ യുവാവിനെ ഇന്നത് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ്. അദ്ദേഹത്തിന് പരിഭവമില്ല, ആരോടും പരിഭവമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എല്ലാറ്റിലും ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ്. എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പരിവർത്തനം വന്നു. ആ കുടുംബത്തിൽ വ്യത്യാസമുണ്ടായി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ വ്യത്യാസമുണ്ടായി. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിലവിൽ വരികയാണ്. സക്കേവൂസിൻ്റെ ആ മനസാന്തരത്തിൻ്റെ ആ കഥയിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയല്ലേ. സക്കേവൂസ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സക്കേവൂസിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരിൽ, സമീപനത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ എന്ന് സുവിശേഷത്തിൽ നമുക്ക് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സക്കേവൂസ് മാനസാന്തരപ്പെട്ടപ്പോൾ, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടിയായിട്ട് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായപ്പോൾ, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് ദാനം ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായപ്പോൾ രക്ഷ കൈവന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും രക്ഷ ദൈവം നൽകുകയാണ് ചെയ്തത്. ആ യുവാവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെ. ആ യുവാവ് മനസാന്തരപ്പെട്ടപ്പോൾ, ആ യുവാവ് തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ അതിൻ്റെ ഫലം
ആ യുവാവിന് മാത്രമല്ല അനുഭവിക്കുവാനിടയായത്, ആ കുടുംബത്തിന്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഫലം അനുഭവിക്കുവാനിടയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ സമർപ്പണമാണ്. അവിടെ നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്നതാണ്. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം ദൈവം നമുക്ക് തരികയാണ്. തരുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ആ യുവാവിൻ്റെ ജീവിതം എത്രയോ സന്തോഷകരമായിരുന്നു. ദൈവത്തിൻ്റെ രാജ്യം എന്നാൽ എന്താണ്? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 14-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, മറിച്ച് നീതിയിലും സമാധാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിലുമാണ് കുടികൊള്ളുന്നത് എന്ന്. ആ യുവാവിൻ്റെ ജീവിതത്തിൽ ഇതാണ് ആ യുവാവിന് അനുഭവിക്കാൻ സാധിച്ചത്. തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുവാൻ യുവാവ് തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷം, ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ സന്തോഷം, അതിൻ്റെ സമാധാനം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അനുഭവിക്കുവാൻ ഇടവരികയാണ് ചെയ്തത്. നിങ്ങളൊക്കെ ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന്. രോഗശാന്തി ലഭിക്കണം, ജോലി ലഭിക്കണം, അല്ലെങ്കിൽ മക്കളുണ്ടാകണം, അല്ലെങ്കിൽ വിദേശത്ത് ഉള്ള ജോലി ലഭിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം. ഇങ്ങനെയുള്ള ഓരോരോ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. രോഗശാന്തി ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വളരെയേറെ പേര് ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. പലർക്കും അത് ലഭിച്ചു കഴിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുണ്ടായി. ദൈവത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള അവസരങ്ങളിൽ ദൈവത്തോട് പറയുന്നത് എന്താണ്? ദൈവമേ, എനിക്ക് രോഗശാന്തി തരിക, ഞാൻ എന്നെ തന്നെ അങ്ങേയ്ക്കായിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കൊള്ളാം. എനിക്ക് ആദ്യം രോഗശാന്തി തരിക, എനിക്ക് ആദ്യം ജോലി തരിക, എനിക്ക് ആദ്യം ഒരു കുഞ്ഞിനെ നൽകുക, എനിക്ക് ആദ്യം എൻ്റെ കുടുംബത്തിന് സമാധാനം നൽകുക. നീ അത് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ നിനക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. പക്ഷെ കർത്താവ് പറയുന്നത് എന്താ? നീ ആദ്യം നിന്നെ തന്നെ എനിക്ക് തരിക, നീ ആദ്യം നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുക. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകിക്കൊള്ളാം. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. കർത്താവിൻ്റെ വാക്കുകളാണിവ. നമ്മളത് വിശ്വസിക്കണം. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കുമോ? അതിനുള്ള സന്നദ്ധത നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുമോ? ദൈവഹിതം നിറവേറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം, ദൈവഹിതം പോലെ എല്ലാം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു മനസ്ഥിതി. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന കാര്യങ്ങളാണ്. എല്ലാം ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നന്മ മാത്രമേ ചെയ്യുവാൻ സാധിക്കൂ. അതിലൂടെയും ദൈവത്തിൻ്റെ നന്മയാണ് ഞാൻ അനുഭവിച്ചറിയേണ്ടത്. സഹനത്തിലൂടെയും കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് ഞാൻ രുചിച്ചറിയേണ്ടവനാണ് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കൊക്കെ സാധിക്കുമ്പോൾ നമുക്ക് ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരും. ഒന്നിനും ദൈവം കുറവ് വരികയില്ല. സ്വർഗസ്ഥനായ പിതാവിന് നമുക്കെല്ലാം ചെയ്തു തരാനായിട്ട് സാധിക്കും. അവിടുന്ന് സ്നേഹമുള്ള സ്നേഹം തന്നെയായ പിതാവാണ്. നമ്മുടെ മക്കളായ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന പിതാവാണ്. ഒരിക്കലും കഠിന ഹൃദയനാകുവാനോ നമ്മെ ശിക്ഷിക്കുവാനോ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുവാനോ ദൈവത്തിന് സാധിക്കുകയില്ല. കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് ആ യുവാവിന്ന് അനുഭവിച്ചറിയുകയാണ്. കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ, നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. അദ്ദേഹം വളരെ വൈകി
അത് അനുഭവിച്ചറിയുകയാണ്, രുചിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ആ വലിയ കൃപ, അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും നിങ്ങൾ ആദ്യം അന്വേഷിക്കുക. അപ്പോൾ അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഈ തിരുവചനം ഹൃദയത്തിലേറ്റിക്കൊണ്ട്, അതേപ്പറ്റി ധ്യാനിച്ചുകൊണ്ട്, ആ തിരുവചനത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട്, അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ശുശ്രൂഷയിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കെല്ലാം അല്പസമയത്തേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്നവിടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കേണ്ടവരാണ്. ദൈവത്തിൻ്റെ രാജ്യം ഞങ്ങളിൽ ആദ്യം വരണം. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല. അങ്ങയുടെ ഹിതം നിറവേറ്റിക്കൊണ്ട്, ദൈവഹിതം നിറവേറ്റിക്കൊണ്ടുള്ളൊരു ജീവിതം ഞങ്ങൾ നയിക്കണം. ഞങ്ങളിലാണ് ദൈവത്തിൻ്റെ രാജ്യം ആദ്യം വരേണ്ടത്. ദൈവഹിതം നിറവേറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇറങ്ങി വരണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി, ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കട്ടെ. കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, രുചിച്ചറിഞ്ഞുകൊണ്ട്, എല്ലാറ്റിനും എല്ലായ്പ്പോഴും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, എല്ലാറ്റിനും എല്ലായ്പ്പോഴും കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അഭിനന്ദ പിതാവ് ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള ദൈവിക സന്ദേശം നമുക്ക് നൽകി. പിതാവിന് പ്രത്യേകം നന്ദി പറഞ്ഞ് പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ സൂചിപ്പിച്ചതുപോലെ അഭിനന്ദ പിതാവ് ഈ സെഹിയോൻ്റെ ഈ ശുശ്രൂഷകൾ, എല്ലാ ശുശ്രൂഷകളെയും, ടി വി പ്രോഗ്രാമായിരിക്കാം, എല്ലാ ശുശ്രൂഷകളെയും ശക്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അഭിനന്ദ പിതാവാണ്. നിങ്ങൾക്കറിയാം, ഈ അച്ഛന്മാരെല്ലാം രൂപതയിലെ അച്ഛന്മാരാണ്. പാലക്കാട് രൂപതയുടെ ധ്യാനകേന്ദ്രമാണ്, ഔദ്യോഗിക ധ്യാനകേന്ദ്രമാണത്. അഭിനന്ദ പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഞങ്ങളിടയ്ക്ക് പിതാവിനെ പോയി കാണും. വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളെല്ലാം പിതാവ് ധാരാളം നൽകും. അവർക്കാണ് ഇടയ്ക്ക് പിതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് വീണ്ടും വീണ്ടും ഞങ്ങളുടെ ശിരസിലേക്ക് കൈകൾ വെച്ച് ധാരാളം സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥനകൾ തരാറുണ്ട്. ഈ അഭിഷേകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അഭിനന്ദ പിതാവിൻ്റെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങുമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എപ്പോൾ പിതാവിനെ കണ്ടാലും സെഹിയോൻ്റെ കാര്യം പിതാവ് ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിതാവ് അവിടെ വരും. നമുക്കറിയാം, നമ്മളും എല്ലാ ദിവസവും തന്നെ അഭിനന്ദ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താമസിച്ചുള്ള ധ്യാനത്തിൽ രാവിലെയുള്ള കൊന്തയിൽ അഭിനന്ദ പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മക്കളാണ് നമ്മൾ. നമുക്ക് ഈ നിമിഷങ്ങളിൽ അഭിനന്ദ പിതാവിനെ കർത്താവിനെ സമർപ്പിക്കാം. പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് അഭിനന്ദ പിതാവിന് നല്ല ആരോഗ്യവും നല്ല അഭിഷേകവും ധാരാളം പരിശുദ്ധാത്മൻ്റെ നിറവും ധാരാളം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനം അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ കൂടുതൽ കൃപകൾ അഭിഷിക്തരിലേക്ക് നിറയുന്നത്. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവിടെ ഒരു പുരോഹിതൻ, സക്കറിയ എന്നാണ് പേര്. ആ
ആ പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുകയാണ്, ദൈവജനം മുഴുവനും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയും ദൈവാത്മാവിൻ്റെ അരുളപ്പാടുണ്ടാവുകയും ചെയ്യുന്നത് ദൈവജനം മുഴുവനും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോഴാണ്. നമ്മൾ തുടർന്ന് പിതാവ് പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുകയാണ്. നമുക്കറിയാവുന്ന പാട്ടാണ്, അന്വേഷിക്കുവാൻ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മത്തായി 6:33. വളരെ ഉയർത്തി ഈ വചനം ഉറക്കപ്പാടേത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈകളടിച്ച്, കൈകൾ ഉയർത്തിയടിച്ച്, നല്ല വീശി വീശി കൈകളടിച്ച്, അന്വേഷിക്കുവാൻ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം, അവിടുന്ന് എല്ലാം കൂട്ടിച്ചേർത്ത് തരും. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം, എന്നാൽ താരം നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നേ. കൈകൾ ഉയർത്തി അടിച്ച് പാടിക്കുകയില്ല, ചേർത്തു തന്നേ. കുറച്ചും കൂടെ സന്തോഷത്തോടെ അന്വേഷിക്കുവിൻ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം, എന്നാൽ താരം നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നീരും, എല്ലാം ചേർത്തു തന്നീരും. കൈകൾ താഴ്ത്തി രണ്ട് വശത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ അടിച്ച് മുഖത്തൊക്കെ നോക്കുന്നതിനെ ചിരിച്ചുകൊണ്ട്, വാനിടത്തിൽ പർവ്വജാലം വിതയ്ക്കുന്നില്ലല്ലോ, കൊയ്യുന്നില്ലല്ലോ, എങ്കിലും എൻ്റെ സ്വർഗീയ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും കൈകളടിച്ച് സന്തോഷത്തോടെ. വാനിടത്തിൽ പർവ്വജാലം വിതയ്ക്കുന്നില്ലല്ലോ, അവയോ കൊയ്യുന്നില്ലല്ലോ. വാനിടത്തിൽ പർവ്വജാലം വിതയ്ക്കുന്നില്ലല്ലോ, അവയോ കൊയ്യുന്നില്ലല്ലോ. എങ്കിലും എൻ താതനെന്നും പോറ്റിടുന്നല്ലോ, അവയെ പോറ്റിടുന്നല്ലോ. വിശ്വാസത്തോടെ എങ്കിലും എൻ താതൻ, എങ്കിലും എൻ താതനെന്നും പോറ്റിടുന്നല്ലോ, അവയെ പോറ്റിടുന്നല്ലോ. കൈകൾ ഉയർത്തിയടിച്ച് അന്വേഷിക്കുവിൻ. അന്വേഷിക്കുവിനാദ്യം സന്തോഷത്തോടെ ദൈവത്തിൻ രാജ്യം, എന്നാൽ താരം നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നീരും, എല്ലാം ചേർത്തു തന്നീരും. കൈകൾ കോർത്തു പിടിക്കുന്നു, കരങ്ങൾ കോർത്തു പിടിക്കുന്നു, കൈകൾ കോർത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനങ്ങി ആനന്ദത്തോടെ മുഖത്തൊക്കെ നോക്കി ചിരിച്ച് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്ത് തരും. ശോഭയേറും ലില്ലിപ്പൂക്കൾ നോക്കുന്നില്ലല്ലോ, അവയോ നെയ്യുന്നില്ലല്ലോ. ശോഭയേറും ലില്ലിപ്പൂക്കൾ നോക്കുന്നില്ലല്ലോ, അവയോ നെയ്യുന്നില്ലല്ലോ. കൈകളടിച്ച് സോളമന്റെ മഹിമ പോലും ഇതിനു തുല്യമോ, ഇതിനു തുല്യമോ. രണ്ടു വശത്തെ കൈകളടിച്ച് സോളമന്റെ മഹിമ പോലും ഇതിനു തുല്യമോ, ഇതിനു തുല്യമോ. ചേർന്ന് പാടിക്കേ. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം, എന്നാൽ താരം നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നീരും, കൈകൾ ഉയർത്തി എല്ലാം ചേർത്തു തന്നീരും. വേഗത്തിൽ കൈകളടിച്ച് സന്തോഷത്തോടെ കർത്താവേ, അങ്ങയുടെ രാജ്യം അന്വേഷിക്കാൻ, അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകാൻ അടിയങ്ങൾ അഭിഷേകം ചെയ്യണമേ. കൈകളടിച്ച് കൈകളടിച്ച് ദേഹത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കൂ,
മനുജാ ശ്രേഷ്ഠമെന്നോർത്തു. കൈകൾ താഴ്ത്തി രണ്ട് വശത്തേക്ക്. ദൈവത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർത്തു. മനുജാ ശ്രേഷ്ഠമെന്നോർത്തു. നീതിയോടെ നേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ ആത്മകാര്യങ്ങൾ. നീതിയോടെ നേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ ആത്മകാര്യങ്ങൾ. കൈകൾ ഉയർത്തിയടിച്ച് അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം. നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നേരും. നമ്മെ കരങ്ങളടിച്ച് ചേർത്തു തന്നേരും. ഉണർന്ന് പാടുന്നു. അന്വേഷിക്കുവിനാദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം. എന്നാൽ താഴെ നിങ്ങൾക്കായെല്ലാം ചേർത്തു തന്നേരും. എല്ലാം ചേർത്തു തന്നേരും. കൈകൾ വീശി ഹല്ലേലൂയ. Hallelujah, 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 hallelujah. നമ്മളെ കൈകളടിച്ച് Hallelujah, hallelujah. പിതാവിന് നന്ദി പറയുന്നു. Hallelujah, 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 hallelujah. കരങ്ങളടിച്ച് Hallelujah, 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 hallelujah. അഭിയുന്ന പിതാവിനെ ഓർത്ത് നല്ലൊരു കൈയടി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു തീപ്പൊരി കൈയടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കസേരകളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോലിക സഭയുടെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് അപ്പസ്തോലിക കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. അഭിവന്യ പിതാക്കന്മാരുടെ കൂട്ടായ്മ, അതുപോലെ അഭിവന്യ പിതാക്കന്മാരുടെ പ്രാർത്ഥന, ഇതെല്ലാം സഭയ്ക്കും സഭയുടെ അപ്പസ്തോലിക സഭയിലെ സഭാ സന്താനങ്ങൾക്കും വലിയ ദൈവിക ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് പ്രഭാതത്തിൽ സോജിയച്ചനിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മൾ ഈ നോമ്പ് കാലത്ത് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും കുറേ കാട്ടിക്കൂട്ടിയത് കൊണ്ട് ദൈവത്തിൻ്റെ സംപ്രീതിയുള്ളവരാകും എന്ന് അർത്ഥമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ഉപവാസം എന്ന് പറയുന്നത് ദൈവവചന പ്രകാരമുള്ള ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ബലി, ദൈവത്തിന് സ്വീകാര്യമായ ഉപവാസം, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ജീവിതം എന്ന് പറയുന്നത് ദൈവവചന പ്രകാരമുള്ള ജീവിതമാണ്. ഇതിൻ്റെ അർത്ഥം ഉപവാസത്തിന് ശക്തിയില്ലെന്നോ അല്ലെങ്കിൽ പരിത്യാഗ പ്രവർത്തനങ്ങൾക്ക് വിലയില്ലെന്നോ ഉള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പെനൻസ് ആൻഡ് മോർട്ടിഫിക്കേഷൻ, പരിത്യാഗ ജീവിതത്തിനും ഉപവാസത്തിനെല്ലാം അത്ഭുതകരമായ ശക്തിയുണ്ട്. പക്ഷേ അത് കാപഢ്യമുള്ളൊരു ഹൃദയത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് വിലയില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം കൊണ്ട്, ദൈവത്തിൻ്റെ വലിയ നന്മ കൊണ്ട് നിറയാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന പ്രധാന മേഖലയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ അഹങ്കാരം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അഹങ്കാരം അവനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 13-ാമത് തിരിൽ അഹങ്കാരം തുടങ്ങുമ്പോൾ പാപം മുളയെടുക്കുന്നു, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവനിൽ നിന്ന് മ്ലേച്ഛത വമിക്കും. പ്രഭാഷകൻ 10:13. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 10:12. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും അകന്നു പോകുന്നു, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായൊരു നിയമമാണ് അഹങ്കാരം വെടിഞ്ഞ് എളിമയുള്ള ഒരു ജീവിതം. എല്ലാ അഹങ്കാരവും കണ്ണുനീരിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ.
തുടർന്ന് നമ്മൾ ശ്രവിച്ച തിരുലിഖിത ഭാഗമാണ്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് പിതാവിലൂടെ കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ദൈവം നിങ്ങൾക്ക് ചേർത്ത് തരും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പിതാവ് നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തുന്ന സംഗതി ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. ഈ നോമ്പ് കാലത്ത് ഒരു ദൈവ പൈതൽ ദൈവവചനത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ സംപ്രീതി നിറഞ്ഞ സാന്നിധ്യവും നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള വളരെ ശ്രേഷ്ഠമായ അനുഗ്രഹത്തിൻ്റെ രീതിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പല ആളുകൾക്കും അഭിമന്യ പിതാവ് വെളിപ്പെടുത്തിയ ഈ തിരുലിഖിതങ്ങളിലെ ആ ഒരു മർമ്മം, അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ ഒരു ബലം മനസ്സിലായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 27:11 ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്, ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്, മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം വരുന്നു. എന്താ മൂഢൻ്റെ പ്രത്യേകത? മൂഢൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അവൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദ്രൻ ചില സമയത്ത് ഫുൾ മൂണായിരിക്കും അല്ലേ, ചില സമയത്ത് തേങ്ങാപ്പൂള് പോലെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില സമയത്ത് തേങ്ങാപ്പൂള് പോലെ, ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ട് കൂടി, ചിലപ്പോൾ പകുതി തേങ്ങ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അവനോ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നാൽ നല്ല സന്തോഷം, ഫുൾ മൂണാണ്. പ്രൈസ് ദി, നല്ല സന്തോഷം. അവനോ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ തേങ്ങാപ്പൂള് പോലെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരുപാട് തിരിച്ചടികളും കണ്ണുനീര് എപ്പോഴും വന്നുകൊണ്ടിരുന്നാലോ തേങ്ങാപ്പൂളും ഇല്ല, മൊത്തം ഇരുട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ദൈവവചനം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയണത് തേങ്ങാപ്പൂൾ എന്നല്ലല്ലോ, മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം വരുന്നു. പ്രൈസ് ദി ലോർഡ്. നല്ല ജയവും ഉയർച്ചയുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷം, തുടർച്ചയായിട്ട് കുറേ തോൽവി വന്നാൽ എപ്പോഴും പ്രൈസ് ദി ലോർഡ്. അതൊരു ദൈവ പൈതലിൻ്റെ സ്ഥിതിയല്ല. ദൈവ പൈതലിൻ്റെ സ്ഥിതി എന്താണെന്ന് പ്രഭാഷകൻ 27:11 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്. ഉയർച്ച താഴ്ചകളൊക്കെ ജീവിതത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. നന്മ തിന്മകൾ ജീവിതത്തിലുണ്ടാവും, രോഗം ആരോഗ്യം ജീവിതത്തിലുണ്ടാവും, ദാരിദ്ര്യം ഉയർച്ച ജീവിതത്തിലുണ്ടാവും. ദൈവഭക്തൻ്റെ വിവേകം സുദൃഢമാണ്. എന്ത് സാഹചര്യമാണെങ്കിലും എപ്പോഴും എല്ലാ കാര്യത്തിനും അവൻ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. അവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? നോമ്പുകാലത്ത് മാത്രമല്ല, എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഹിതം പോലെ നടത്തരുത്, തിരുഹിതം പോലെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കാൻ, എന്തുകൊണ്ട് അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്? അത് ജീവിതത്തിൽ വളരെ വലിയൊരു ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടുവരുന്ന വലിയൊരു ഷോർട്ട് കട്ടാണ്. രാവിലെ പറഞ്ഞു, ഒരു പ്രത്യേക വഴി പറഞ്ഞു, ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുക. വേറൊരു അനുഗ്രഹത്തിൻ്റെ വേറൊരു ചാലാണ്, വേറൊരു അനുഗ്രഹത്തിൻ്റെ ഷോർട്ട് കട്ടാണ് ദൈവം ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ വേദനകൾക്കും നന്ദി പറയുക. അതുപോലെ മറ്റൊരു ഷോർട്ട് കട്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കിക്കൊണ്ടിരുന്നാൽ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞെങ്ങനെയാണ്, എപ്പോഴും ദൈവം അവിടെ വന്ന് വസിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യോഹന്നാൻ 8:27 നമുക്കൊരു കാര്യം ഉറപ്പ് തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 28-29 വാക്യങ്ങൾ അതിങ്ങനെയാണ് ഉറപ്പ് തരുന്നത്, പിതാവായ ദൈവം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. പിതാവായത് എവിടെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെങ്കിൽ അയാളുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ 8:28-29 വാക്യങ്ങൾ. ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുന്നു. അപ്പോൾ യേശു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിച്ചു, അത് പ്രവർത്തിച്ചു. അതുകൊണ്ട് പിതാവ് എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. സന്തോഷത്തിന് ഹല്ലേലൂയ.
അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക, അത് പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ഭൂമിയിലെ ഏതൊരു ഉപവാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു പ്രക്രിയയാണ്, ഒരു ക്രിയയാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക, അത് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ സ്വർഗം മുഴുവനും എപ്പോഴും ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇത് വചനം തരുന്ന ഉറപ്പാണ്. എൻ്റെ പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് ഈ 3 ചിന്തകൾ നമ്മൾ, ഈ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ തടസ്സമാണ് നമ്മുടെ നെഗളം, നമ്മുടെ അഹങ്കാരം. എപ്പോൾ അഹങ്കാരം തുടങ്ങണം അന്ന് തൊട്ട് പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കാൻ പറ്റാതെയാവും. എപ്പോൾ നെഗളം തുടങ്ങണം അന്ന് തൊട്ട് പിതാവിൽ നിന്ന് അകന്നു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നു പോകും. പിന്നെ നമുക്കൊരു ജീവിതമുണ്ട്, അതാണ് തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം. ഹല്ലേലൂയ. ആ ജീവിതം അങ്ങേയറ്റം നിന്ദാകരമാണ്, അത് കണ്ണുനീരിലേ അവസാനിക്കുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതത്തിൽ നിന്ന് ദൈവഹിത പ്രകാരമുള്ള ജീവിതത്തിലേക്ക് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തണം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. ഈ ദിവസത്തിൻ്റെ ഈ മധ്യാഹ്നത്തിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ തന്നിഷ്ടം ഉപേക്ഷിച്ചിട്ട് വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അവൻ തന്നെ അനുഗ്രഹിക്കുമെന്നും അവൻ്റെ പേര് കയ്പ് വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേരാണെന്ന് നിയമാവർത്തനം 29-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ സ്വന്തം ജഡത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് എന്നെ മനസ്സിലാവും എന്ന് ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവം മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ആ തിന്മയെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് തന്നിഷ്ടപ്രകാരം നടക്കുന്ന വ്യക്തിയുടെ പേര് വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേര് എന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലും ഈ ഒരു ബ്ലെസ്സിങ് നിറയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം വേണം. അഹങ്കാരം വെടിയുന്ന എല്ലാ സ്ഥലത്തും ദൈവം മുളപ്പിക്കുന്ന അനുഗ്രഹമാണ് ദൈവേഷ്ടപ്രകാരമുള്ളൊരു ജീവിതത്തിനുള്ള കൃപ. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കാപട്യം നിറഞ്ഞ ജീവിതവും അഹങ്കാരം നിറഞ്ഞ ജീവിതവും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കാനുള്ള ഒരു ഹൃദയ തുറവി ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, എന്റെ ഇഷ്ടം അനുസരിച്ചല്ല, അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നതിൽ ആനന്ദിക്കാനുള്ള ഒരു എളിമ എനിക്ക് നൽകണമേ. കർത്താവേ, എന്റെ കുടുംബാംഗങ്ങളെയും കൂടപ്പിറപ്പുകളെയും ഞാൻ സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ അത്ഭുത ശക്തി എന്റെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് തിരുഹിതം പോലെ അങ്ങയുടെ ഇഷ്ടത്തിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. പ്രാർത്ഥിക്കുന്നു. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് ആദരം തുറന്ന് ഉറക്കെ ദൈവസന്നിധി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. റാഫ യഹോവ.
എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. തൃശ്ശൂർ മുണ്ടൂരിൽ നിന്ന് 3 കിലോമീറ്ററുള്ള ഗ്ലാരൂരാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ സ്ഥലം വെക്കണേ സ്ഥല വിൽപ്പനയ്ക്ക് കഠിനമായ തടസ്സം, അത് ഓർക്കുമ്പോൾ കരച്ചിൽ വരും. അതുപോലെ നരകിച്ചിരുന്നൊരവസ്ഥയായിരുന്നു സ്ഥല വിൽപ്പന നടക്കാതെ. എത്ര വർഷമായി തടസ്സം ഉണ്ടായിരുന്നു? 15 കൊല്ലമായിട്ട്. 15 വർഷമായി സ്ഥലം വിൽക്കാതെ കിടക്കുകയായിരുന്നു. അതിനെ തുടർന്നുള്ള മനപ്രയാസവും കടബാധ്യതയും പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് എങ്ങനെയാണ് സ്ഥലം വിറ്റത്? ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 9 വെള്ളിയാഴ്ച നിയമം വെച്ച് പ്രാർത്ഥിക്കാം. 9 ആദ്യ വെള്ളിയാഴ്ചയാണോ? ആദ്യ വെള്ളിയാഴ്ച. 9 ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, എന്നെ സഹായിക്കാൻ ആരുമില്ല, സ്ഥലവിൽപ്പന നടത്തി തരണേന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം വിറ്റ് 3 മാസം ആവുമ്പോഴേക്കും സ്ഥലം വിറ്റു. 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ആ സ്ഥലം വിറ്റ് കാര്യങ്ങൾ നടത്താൻ തക്കവണ്ണം കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട്. എന്താ ഒരു നരിച്ചീറ് കടിച്ചോളി. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ വാഴ്ത്തപ്പെടുത്താം സന്തോഷത്തോടെ. എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. എൻ്റെ വീട് എറണാകുളത്താണ്. എൻ്റെ പേര് ബിനോയ് എന്നാണ്. എൻ്റെ അളിയന് വേണ്ടി സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അളിയൻ്റെ മുഖത്ത് ഒരു 6 വർഷമായിട്ടൊരു മുഴ ഉണ്ടായിരുന്നു. അളിയൻ്റെ മുഖത്ത് 6 വർഷമായിട്ടൊരു മുഴ. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതാ ഇതിൽ നോക്കിയാൻ ഈ ചുവന്ന റൗണ്ട് ഇട്ടിരിക്കുന്നത് ആ മുഖത്തെ മുഴയുടെ ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. വലിയൊരു മുഴ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സുകൊണ്ട് വിഷമം തോന്നും. അതുപോലത്തെ ഒരു മുഴ. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ മാറുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പുള്ളിയുടെ ഭക്തിയുടെ പുറത്ത് അഭിഷേകന്റെ പരിപാടി എല്ലാ ആഴ്ചയിലും പുള്ളി കാണുമായിരുന്നു. എന്താ അഭിഷേകന്റെ അഭിഷേകാഗ്നി അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എല്ലാ ഞായറാഴ്ചയും 8:30 ഷാലോം ചാനലിലൂടെ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 1/2 മണിക്കൂർ വചന ശുശ്രൂഷയുണ്ട്. ആ വചന ശുശ്രൂഷയുടെ സമയത്ത് ഇവരിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അല്ലേ? എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ കൊണ്ട് പുള്ളിയുടെ മുഖത്തെ കുരു മാറി. പ്രാർത്ഥിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പുള്ളിയുടെ മുഖത്തെ കുരു മാറിയിട്ട് മുഖം ഇതുപോലെയായി. നോക്ക്, അത് വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് തന്നെ. അത് വിശ്വസിക്കാൻ പല ആളുകൾക്കും കീടബുദ്ധി നിമിത്തം വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് 2 കൊണ്ടുവന്നിരിക്കുകയാണ്. പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിയേ, ഒരു ചെറിയ നോക്ക് മുഖത്തിന്റെ സ്ഥിതി. ഇത് 1 മാസം മുമ്പുള്ള ഫോട്ടോയാണ്. ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ വാഴ്ത്തപ്പെടട്ടെ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. എൻ്റെ പേര് ഫ്രാൻസിസ്, മുണ്ടൂരിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ മുണ്ടൂർ. ഞാൻ 13 മാസാദ്യ വെള്ളിയാഴ്ചയായി ഇവിടെ വരുന്നു. തുടർച്ചയായിട്ട് അല്ലെങ്കിലും കഴിഞ്ഞ 1 മാസം എനിക്ക് വരാൻ സാധിച്ചില്ല. അതുമാത്രമേ വീട്ടിൽ പോയിട്ടുള്ളൂ. ഞാൻ 20 വർഷമായിട്ട് ഗൾഫിലുള്ള സമയത്തും ഇവിടെയുള്ള സമയത്തും നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 9 വർഷമായി. ഈ 9 വർഷമായിട്ടും ഹാൻഡ്സ് ഉപയോഗിക്കുകയായിരുന്നു. 20 വർഷമായി ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക. ഗൾഫിൽ വെച്ച് തമ്പാക്കാണ് ഉപയോഗിച്ചിരുന്നത്. തമ്പാക്കെന്ന് പറഞ്ഞാൽ ബീഡിയുടെ ചൊക്ക എടുത്തിട്ട് ചുണ്ണാമ്പ് തിരുമ്പിയിട്ട് കയ്യിലിട്ട്. അതെന്താണെന്നറിയോ? അത് മഹാമോശമായൊരു സാധനം. അപ്പൊ തമ്പാക്കും ഹാൻഡ്സും 13 ആഴ്ച കൊണ്ട് എനിക്ക് അത് നിർത്തലാക്കാൻ സാധിച്ചു. ഇപ്പൊ 4 മാസമായി നിർത്തലാക്കിയിട്ട്. ഇപ്പൊ 4 മാസമായിട്ട് ഒരു തരി പോലും ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ 20 വർഷമായി ഈ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന തമ്പാക്കിൻ്റെയും ആ ലഹരി വസ്തു ഹാൻസ് പോലുള്ള സംഗതികളുടെയും ആ അടിമത്തം കർത്താവ് 13 ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ നവംബർ മാസം മുതൽ അത് പരിപൂർണമായും ഈ ദാസന്റെ ജീവിതം എടുത്തു മാറ്റി വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ സന്തോഷത്തോടെ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. എൻ്റെ പേര് അന്തോണി, തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം ഇടവകയിൽ
26 വർഷമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നവനാണ് ഞാൻ. 26 വർഷമായി മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ തകർന്ന ജീവിതം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതി ആദ്യ വെള്ളിയാഴ്ചയാണ് ഇവിടെ ആദ്യമായി ധ്യാനത്തിന് വന്നത്. സെപ്റ്റംബറിൽ ആദ്യ വെള്ളിയാഴ്ച വന്ന് നമ്മളെപ്പോലെ ഇവിടെ ഇരുന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്നു. ഇതുവരെ സെപ്റ്റംബറിന് ശേഷം പിന്നെ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, കംപ്ലീറ്റ് നിർത്തി. സെപ്റ്റംബർ കഴിഞ്ഞ് പിന്നെ ഡിസംബറിൽ ക്രിസ്മസ് അത് പരീക്ഷിച്ചു ഞാൻ. ക്രിസ്മസ്, ഓണം, ജനുവരി പെരുന്നാളുണ്ടായിരുന്നു, ഇതൊക്കെ പരീക്ഷിച്ചു നോക്കി, മദ്യപിച്ചില്ല. പെരുന്നാളിന് ഇല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീഴേണ്ട പല അവസ്ഥകൾ വന്നു. ആ സമയത്ത് ഒന്നും ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബറിലെ ആദ്യ വെള്ളിയാഴ്ച അവിടെ വെച്ച് കർത്താവ് സ്റ്റോപ്പിട്ടു. പിന്നെ ഇതുവരെ ആ മദ്യപിക്കണം എന്നുള്ള ആ സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന് പോകാനായിട്ട് വന്നിട്ടില്ല. കർത്താവ് 26 വർഷമായ മദ്യപാനം ഒരാദ്യ വെള്ളിയാഴ്ച യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എടുത്തു മാറ്റി ആ മകന് വിടുതൽ കൊടുത്ത് ദൈവ പൈതൽ എന്ന പദവി കൊടുത്ത് അനുഗ്രഹിച്ചു. ഇരുവശങ്ങളിലേക്കും കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. റാഫ യഹോവ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ തിരുവചനം. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്ന ഘട്ടത്തിൽ തന്നോട് തന്നെ ആത്മശോധന നടത്തി ചോദിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. അതിങ്ങനെയാണ്: ഞാനിപ്പോൾ ദൈവപ്രീതിയാണോ മനുഷ്യപ്രീതിയാണോ അന്വേഷിക്കുന്നത്? തുടർന്ന് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ഇപ്പോഴും മനുഷ്യപ്രീതി അന്വേഷിക്കുന്നവനായിരുന്നുവെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ദാസൻ ആവുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ആ വചനം നമുക്ക് അർത്ഥം മനസ്സിലാക്കി വരദേവരും ഉയർത്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ദൈവപ്രീതിയാണോ മനുഷ്യപ്രീതിയാണോ അന്വേഷിക്കുന്നത്? മനുഷ്യപ്രീതി അന്വേഷിക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ദൈവദാസൻ ആവുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവ്യർ അച്ഛൻ രാവിലെ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തിന് മഹത്വം നൽകാത്ത അവസ്ഥയാണ് അഹങ്കാരം. ഹല്ലേലൂയ. അഹങ്കാരത്തിൻ്റെ മറുവശമാണ് സഹോദരങ്ങളെ, ഒരു വ്യക്തി മനുഷ്യരുടെ ഇഷ്ടവും മനുഷ്യരുടെ സ്നേഹവും മനുഷ്യരുടെ പ്രോത്സാഹനവും ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ ആ വ്യക്തി ദൈവപ്രീതി വേണ്ട എന്ന് വെച്ച് മനുഷ്യപ്രീതി അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി തന്നെ അറിയാതെ അഹങ്കാരം എന്ന് പറയുന്ന തിന്മ കടന്നുകൂടും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാമത്തെ അധ്യായത്തിൽ പറയണത് അതിങ്ങനെയാണ്: ഈ ഹെരോദേസ് രാജാവ് യാക്കോബിനെ വാളിനിരയാക്കി. യാക്കോബിനെ വാളിനിരയാക്കി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിഷേധിച്ചിരുന്ന ചില ആൾക്കാർ ഹെരോദേസാണ് നല്ല ആള്, ഹെരോദേസ് നിസാരക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഹെരോദേസിനെ അങ്ങോട്ട് കൈയടിച്ച് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹെരോദേസിന്റെ മനസ്സിൽ ആഹ്ലാദങ്ങൾ തരുതെല്ലാം തുടങ്ങി. കാരണം ദൈവപ്രീതിയേക്കാൾ മനുഷ്യപ്രീതി അന്വേഷിക്കുന്ന ആളാണ് ഹെരോദേസ് രാജാവ്. ഉടനെ ഹെരോദേസ് രാജാവ് എന്ത് ചെയ്യുന്ന അറിഞ്ഞാവോ? പത്രോസിനെ കൂടെ പിടിച്ച് ബന്ധിച്ച് അവനെയും കൂടെ പത്രോസിനെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചു. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. സ്വരം പറയും ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവപ്രീതിയേക്കാൾ ദൈവത്തിന്റെ ഇഷ്ടത്തേക്കാൾ മനുഷ്യപ്രീതിക്കും മനുഷ്യ മഹത്വത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ആളായിട്ട് ഹെരോദാസ് രാജാവ് വളർന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാം സഹോദരങ്ങളെ? ഒരു ദിവസം ഹെരോദേസ് രാജാവ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഹെരോദേസിന്റെ സ്വരം കേട്ടിട്ട്. ഈ സ്വരം കേട്ടിട്ട് ഒരു മനുഷ്യന്റെ സ്വരമൊന്നും അല്ല, ഇതൊരു ദേവന്റെ സ്വരമാണ്. ഇതൊരു ദേവന്റെ സ്വരമാണ്. ഇതെല്ലാം ഹെരോദേസ് കേട്ടിങ്ങനെ സന്തോഷിച്ച് മനുഷ്യരുടെ പ്രോത്സാഹനവും മനുഷ്യരുടെ പ്രശംസയും കേട്ട് മതിമറന്നിരിക്കുമ്പോൾ സംഭവിച്ച കാര്യം, സ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഹെരോദേസിനെ അടിച്ചു വീഴ്ത്തി. 12-ാമത്തെ അധ്യായത്തിന്റെ 22 മുതൽ തിരുവചനങ്ങൾ. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഹെരോദേസിനെ അടിച്ചു വീഴ്ത്തി. തുടർന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുകയാണ്, അവൻ പുഴുക്കൾക്കിരയായി അന്ത്യശ്വാസം വലിച്ചു. ഹെരോദാസ് രാജാവ് പുഴുക്കൾക്കിരയായി അന്ത്യശ്വാസം വലിച്ചു.
തുടർന്ന് അടുത്ത വചനം ഇതാണ്, എന്തെന്നാൽ അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. ഹല്ലേലൂയ. എന്തെന്നാൽ അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. സന്തോഷത്തോടെ ഹല്ലേലൂയ. മനസ്സാണ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എപ്പോൾ മനുഷ്യരുടെ ഇഷ്ടവും മനുഷ്യരുടെ പ്രീതിയും മനുഷ്യരുടെ താല്പര്യവും അന്വേഷിച്ച് പോകുന്നോ ആ നിമിഷം മുതൽ നമ്മൾ മനുഷ്യർക്ക് മഹത്വവും പ്രോത്സാഹന പ്രശസ്തി ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത അവസ്ഥയാണ്. അവിടെ പലതരത്തിലുള്ള തകർച്ചകളും തുടങ്ങും. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തി അറിയാതെ തന്നെ ഈ മനുഷ്യരുടെ സ്നേഹം, മനുഷ്യരുടെ പ്രോത്സാഹനം, മനുഷ്യരുടെ ഇഷ്ടം ഇത് കിട്ടാൻ വേണ്ടി ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ തോന്നും. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെ, അച്ഛൻ്റെ അട്ടപ്പാടി സയ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വൈദികനാകുന്നതിന് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയാണ് ബഹുമാനപ്പെട്ട സേവറച്ചൻ്റെ ഒപ്പമാണ് റീജൻസി കാലഘട്ടം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഉടുപ്പ് കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് റീജൻസി കാലഘട്ടം. അത് ഏതെങ്കിലും ഒരു സെൻറ്ററിൽ വേണം ഒരു പരിശീലനം നടത്താൻ. ചിലർക്ക് പള്ളികളേക്ക് അയക്കാൻ, ചിലർക്ക് എസ്റ്റേറ്റിൽ കൊടുക്കും. അച്ഛനെ പിതാവ് സയ്യോൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ് അയച്ചത്. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വട്ടാലിച്ചൻ്റെ കൂടെയാണ് വിട്ടത്. ഹല്ലേലൂയ. അങ്ങനെ സഹോദരങ്ങളെ, അച്ഛൻ്റെ കൂടത്തിൽ നിന്ന് ധ്യാന ശുശ്രൂഷകൾക്കൊക്കെ എങ്ങനെ നടത്തേണ്ടത് അങ്ങനെ പരിശീലനങ്ങളൊക്കെ നേടി. അപ്പോൾ അച്ഛൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഉടൻ തന്നെ എനിക്ക് ആദ്യം നൽകിയൊരു ഉപദേശമായിരുന്നു, ബ്രദറെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു. എൻ്റെ പേര് ബിനോയ് എന്നാണ്. ബിനോയ് ബ്രദറെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹം, പ്രോത്സാഹനം, അംഗീകാരം ഇവ ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ. സ്നേഹം, പ്രോത്സാഹനം, അംഗീകാരം ഇത് ആഗ്രഹിക്കരുത്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. ഇച്ചിരി സ്നേഹം കിട്ടുന്ന എന്താ കുഴപ്പം, ഇച്ചിരി പ്രോത്സാഹനം കിട്ടുന്ന എന്താ കുഴപ്പം, അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ ആ വാക്കത്തിൻ്റെ ഉൾപ്പൊരുൾ എന്തെന്ന് അച്ഛന് മനസ്സിലായത്. ഹല്ലേലൂയ. ഇവിടെ റീജൻസി കാലത്ത് ധ്യാനത്തിന് വചന ശുശ്രൂഷയിൽ അച്ഛൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അഭിഷേകം കിട്ടിയ വിഷയമാണ് മാതാവിനെ കുറിച്ചുള്ളൊരു വിഷയം. എന്ന് പറഞ്ഞാൽ മാതാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു, രോഗികൾ സുഖപ്പെടുന്നു, പ്രൊട്ടൻഷനുകാർ മാനസാന്തരപ്പെട്ട് സാക്ഷ്യപ്പെടുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു താമസിച്ചുള്ള ധ്യാനത്തിന് ഞാൻ മാതാവിനെ കുറിച്ച് ക്ലാസ് എടുത്തു. 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ദൈവജനത്തെ കൊണ്ട് ജപമാലയും ചൊല്ലിച്ചിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ 10-250 ആൾക്കാർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്, സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ സഹോദരങ്ങളെ, അച്ഛൻ ക്ലാസ് അവസാനിപ്പിച്ചിട്ട് അതൊക്കെ ആ ഹോളിലാണ് ധ്യാനം നടക്കുന്നത്. ഞാൻ ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, സങ്കീർത്തനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി വട്ടായലച്ചൻ ഇങ്ങോട്ട് കയറി വന്നു. വട്ടായലച്ചനും ഞാനും ആ സങ്കീർത്തന വാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടി. ഉടനെ അടുത്ത ക്ലാസ്സിന് വേണ്ടി അച്ഛൻ കയറി വരുന്നത്. ഉടനെ അച്ഛൻ എന്നോട് ചോദിച്ചു, ബിനോയ് ഇന്ത്യ, ബിനോയ് ഇന്ത്യ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിനോയ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അച്ഛൻ എന്നോട് ചോദിക്കുക, ബിനോയ് ഇന്ത്യ, ബിനോയ് ഇന്ത്യ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ബിനോയ്. വടച്ചൻ 2ാം പ്രാവശ്യം എന്നോട് ചോദിച്ചു, ബിനോയ് ഇന്ത്യ, ബിനോയ് ഇന്ത്യ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് സ്വല്പം കൂടി ഒരു മൂർച്ച കൂടിയിട്ടുണ്ട്. ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് ഒരിക്കൽ പോലും അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു ശാസനയുടെ ദൂതുണ്ടെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ അച്ഛാ ഞാൻ ബിനോയ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക. അച്ഛൻ 3ാം പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചു, ബിനോയ് ഇന്ത്യ, ബിനോയ് ഇന്ത്യ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അച്ഛൻ അതിനോട് മിണ്ടിയില്ല. അച്ഛൻ അടുത്ത ക്ലാസ്സിന് വേണ്ടി അവിടേക്ക് പിന്നെ ഓൾട്ടറിലേക്ക് ആൾത്താരിലേക്ക് കയറിപ്പോയി. എനിക്കൊരു കൂടം കൊണ്ട് തലക്കിട്ട് ഇടി കിട്ടിയ മതിയായിപ്പോയി. അങ്ങനെ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ചോദിച്ചതിന് അർത്ഥം മനസ്സിലായില്ല. ഞാനങ്ങനെ വിഷമിച്ച് അവിടെ സങ്കീർത്തി ചെന്നു. അങ്ങനെ സങ്കീർത്തി ചെന്ന് ഞാൻ ഈശോനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈശോനെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇങ്ങനെ മുട്ടുകൾ കുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ചതിന് അർത്ഥം എന്തെന്ന് മനസ്സിലായില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് അച്ഛൻ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം എന്തെന്ന് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് എടുത്തു കഴിഞ്ഞ് ബിനോയ് ആയിട്ടല്ല അച്ഛൻ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. പിന്നെ വലിയ ധ്യാന കുരു ആയിട്ട്. ബിനോയ് ക്ലാസ് എടുക്കുമ്പോൾ മാനസാന്തരം നടക്കും, നിസ്സാരക്കാരനാണ് ബിനോയ്. ബിനോയ് ക്ലാസ് എടുക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകും, നിസ്സാരക്കാരനാണ് ബിനോയ്. ബിനോയ് ക്ലാസ് എടുക്കുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് സാക്ഷ്യപ്പെടുന്നു, നിസ്സാരക്കാരനാണ് ബിനോയ്. ബിനോയ് ക്ലാസ് എടുക്കുന്ന സമയത്ത് സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് മഹത്വം നൽകാതെ, ആൾക്കാർക്ക് വ്യത്യാസം ദൈവം കൊടുക്കാൻ തിരിച്ചറിയാതെ, മനുഷ്യന്റെ സ്നേഹവും മനുഷ്യന്റെ പ്രോത്സാഹനവും മനുഷ്യന്റെ ഇഷ്ടവും ഇതെല്ലാം പ്രത്യേകിച്ച് സ്വയം മറന്ന് അവിടേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് വട്ടാച്ചനോട് സംസാരിച്ചു. ബിനോയ് എന്ത്, ബിനോയ് എന്തെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? മുകളിൽ ഇറങ്ങിക്കുക, താഴെ ഇറങ്ങി നിൽക്കാൻ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഇതുവരെയുള്ള ജീവിതത്തിൽ എത്ര വലിയ ധ്യാനം നടത്തിയാലും, ഏത് കൺവെൻഷൻ പോയാലും, എത്ര ആൾക്കാർ സാക്ഷ്യം പറഞ്ഞാലും, കൊള്ളാം നന്നായിരുന്നു പറഞ്ഞാലും വേഗം മനസ്സിൽ പറയും, സക്കയൂസേ താഴെ ഇറങ്ങ്, സക്കയൂസേ താഴെ ഇറങ്ങ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ.
സ്വരം പറയാം ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ മനുഷ്യന്റെ സ്നേഹം, മനുഷ്യന്റെ പ്രോത്സാഹനം അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഹേറോദേസ് നടന്ന അതേ വഴിയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തന്റെ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്: ഞാനിപ്പോൾ ദൈവത്തിന്റെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്, ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ ദൈവത്തിന്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? എന്നിട്ട് പൗലോസ്ലീഹ തന്നെ അതിന്റെ ഉത്തരം പറയുകയാണ്: ഞാനിപ്പോഴും മനുഷ്യപ്രീതി അന്വേഷിക്കുന്നവനായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ദാസൻ ആവുകയില്ലായിരുന്നു എന്ന്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. വലതുകരമെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവായ യേശുവേ, സ്വരം ഉയർത്തി അർത്ഥം മനസ്സിലാക്കുക, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും മനുഷ്യപ്രീതി അന്വേഷിക്കാതെ ദൈവപ്രീതി മാത്രം അന്വേഷിക്കുവാൻ, ദൈവത്തിൽ നിന്ന് മാത്രം മഹത്വവും അംഗീകാരവും സ്വീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യങ്ങൾ താഴ്ത്താം. മറ്റൊരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ കാണുന്ന നബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവാണ്. ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ പ്രഭാതത്തിൽ നബുക്കദ്നേസറിന്റെ മകനായ രാജാവിന്റെ അനുഭവം പറഞ്ഞു. സ്വർണം വള്ളിയുള്ള അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുവന്ന വസ്തുക്കൾ ഉപയോഗിച്ച് വീഞ്ഞു കുടിക്കാൻ പരിശ്രമിച്ച രാജാവിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അപ്പനാണ് നബുക്കദ്നേസർ രാജാവ്. ഈ നബുക്കദ്നേസർ രാജാവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിങ്ങനെയാണ്: നബുക്കദ്നേസർ രാജാവ് മനോഹരമായ രാജകൊട്ടാരം പണിയിച്ചു, രാജ്യകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി, എല്ലാം നന്നായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അനേകം പ്രോത്സാഹിപ്പിക്കുന്ന ചിന്തകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മനസ്സിൽ വരുന്നുണ്ട്, അനേകം പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അങ്ങനെ നബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെയുള്ള മട്ടുപ്പാവിനെ ഉലാത്തുമ്പോൾ ഇതുപോലെയുള്ള ചിന്ത ഈ നബൂഖദ്നേസർ രാജാവിൻ്റെ മനസ്സിൽ കടന്നു വന്നു. അതാണ് അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 29 മുതൽ തിരുവചനങ്ങൾ. ദാനിയേലിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 29 മുതൽ തിരുവചനങ്ങൾ. ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാപ്പിൽ നബൂഖദ്നേസർ രാജാവ് ഉലാത്തുമ്പോൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. പുറമെ ആരോടും പറഞ്ഞിട്ടില്ല, മനസ്സിലുണ്ടായ ചിന്തയാണ്. അതിങ്ങനെയാണ്: എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായി ബാബിലോൺ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞ രാജാവതിനെ നിർമ്മിച്ചതാണ്. രാജാവിന് അധ്വാന ഫലമാണ്. പക്ഷേ അവൻ അതിൽ അങ്ങോട്ട് അഹങ്കരിച്ച് സ്വയം മറന്ന് ഇങ്ങനെ കുമിഞ്ഞുകൂടി പറയാണ്. കൊട്ടാരത്തിന് മട്ടുപ്പാവില്ലാത്തപ്പോൾ പറഞ്ഞു: എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിൽ എൻ്റെ കഴിവിൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായി ബാബിലോൺ. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. 31-ാമത്തെ തിരുവചനം. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: നബൂഖദ്നേസർ രാജാവേ, നിന്നോടാണിത് പറയണത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഈ രാജാവ് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. രാജാവ് മനസ്സിൽ ഉലാത്തുമ്പോൾ അവന്റെ കഴിവിനെ ഓർത്ത്, അവന്റെ നന്മയോർത്ത് ഉള്ളിൽ സ്വയം അങ്ങോട്ട് സന്തോഷിച്ചു. ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. സ്വന്തം കഴിവിൽ, സ്വന്തം മഹത്വത്തിൽ അങ്ങോട്ട് അഹങ്കരിച്ചു. എന്താ സംഭവിച്ചത്? ചിന്തയുണ്ടായിട്ടില്ല, പുറകെ വായി വന്നിട്ടില്ല. ആ ചിന്ത വായിൽ വന്നപ്പോൾ, ഹൃദയത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ സ്വരം കേട്ടു: നബൂഖദ്നേസർ രാജാവേ, നിന്നോടാണിത് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അങ്ങനെ സഹോദരങ്ങളെ, ഈ പറയുന്ന രാജാവ് പലതരത്തിൽ അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട്. അവസാനം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നബൂഖദ്നേസർ രാജാവിന് ബോധം വീണ്ടും കിട്ടി. അതിന് 34 മുതൽ തിരുവചനങ്ങൾ. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ, തകർച്ച, അഹങ്കാരം മൂലം തകർച്ചയുടെ നാളുകൾ കഴിഞ്ഞപ്പോൾ നബൂഖദ്നേസർ രാജാവായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. അപ്പോൾ എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി. സ്വർഗത്തിലേക്ക് കണ്ണുയർന്നപ്പോൾ ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, രാവിലെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ദാനിയേലിന്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു എന്ന്. എന്തങ്ങനെ കൊടുക്കാൻ കാരണം? അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനം. ദാനിയേലോട് ദൈവം പറഞ്ഞു: ദാനിയേലേ, നീ ശരിയായി അറിയുന്നതിന് ദൈവസന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ദാനിയേലേ, നീ ശരിയായി അറിയുന്നതിന്, ദൈവികാര്യം മനസ്സിലാക്കുന്നതിന് നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയം തുറന്ന് ഹല്ലേലൂയ,
മനസ്സാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ എന്തുമാത്രം എളിമപ്പെടുന്നോ എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപകൾ കിട്ടുന്നത്. അതാണ് ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനം. 2 ദിനവൃത്താന്തം 7:14. എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ നാമം പറയുന്ന എൻ്റെ ജനം എന്നെ തന്നെ എളിമപ്പെടുത്തുകയും തങ്ങളുടെ ദുർമാർഗ്ഗം പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കും. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഹോദരൻ ലൂക്കായുടെ വിശേഷത്തിൽ പരിശുദ്ധ മറിയം എളിമയുടെ പ്രത്യേകമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു വ്യക്തി മനുഷ്യപ്രീതിയും മനുഷ്യന്റെ ഇഷ്ടവും മനുഷ്യന്റെ പ്രോത്സാഹനവും സ്വന്തം കഴിവിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി പിന്നെ ദൈവപ്രീതി അന്വേഷിക്കുന്ന വ്യക്തിയല്ല. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഇതുണ്ടാക്കുന്ന ചില ഫലങ്ങളെ കുറിച്ച് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ എറണാകുളം ഭാഗത്തു നിന്ന് ഒരു കുടുംബം ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നതാണ്. ആ കുടുംബത്തിൽ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. ആ അമ്മച്ചി പുറകെ നടന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വികാരിച്ചൻ ആ വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്നു. അവിടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദുരിതങ്ങൾ പെരുമഴ പോലെ പെയ്തുറങ്ങിയൊരു വീട്. തുടർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി പലതരത്തിലുള്ള ബന്ധനങ്ങൾ, പലതരത്തിലുള്ള കൽപ്പനകൾ, ലംഘനങ്ങൾ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെന്ന്. തുടർന്ന് അവരുമായി സംസാരിച്ചപ്പോൾ സഹോദരി പറഞ്ഞ കാര്യം ഇതാണ്: ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മന്ത്രവാദം, കൂടോത്രം, ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് പോയി. ഇവർ പരമ്പരാഗതമായിട്ട് അങ്ങനത്തെ കാറ് മേടിച്ച് വിൽക്കുക, അങ്ങനത്തെ ബിസിനസ് ചെയ്തിരുന്ന കുടുംബമാണ്. അപ്പനും 2 ആൺമക്കളും അമ്മയും. അങ്ങനെ സഹോദരങ്ങളെ, ബിസിനസ് സ്വല്പം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനത്തെ ചില പരിപാടികൾക്ക് പോയി. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മച്ചി എന്തിനാണ്? അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്കിതൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു പറയുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ചോദിച്ചു, അവസാനം ചോദിച്ചു, അമ്മച്ചി ഇങ്ങനെ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ഇങ്ങനെ പോയപ്പോൾ തടയാൻ മേലാഞ്ഞോ? അപ്പോൾ പറഞ്ഞ് അമ്മച്ചി പറഞ്ഞ മറുപടി എന്നറിയാവോ? ഞാൻ ഭർത്താവിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറയാതിരുന്നതാണ്. ഞാൻ ഭർത്താവിൻ്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറയാതിരുന്നതാണ്. എന്താ സംഭവിച്ചെന്നറിയാം സഹോദരങ്ങളെ? തകർച്ചയ്ക്ക് മേൽ തകർച്ച വന്നു. അപ്പൻ പ്രത്യേകത്തിന് ആത്മഹത്യയുടെ അവസ്ഥയിലെത്തി. 2 മക്കൾ തമ്മിൽ അങ്ങനത്തെ നടന്ന് ഒരാൾ മരിക്കുകയും ഒരാൾ ജയിലിലാവുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യപ്രീതി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ പോലും നോ പറയാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയും നോക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീതിയും ദൈവത്തിൻ്റെ ഇഷ്ടവുമാണ്. അതാവ് പിതാവ് പറഞ്ഞത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കാൻ പറയാൻ കാരണം. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വലതുകൈമൂർത്തി ഒരിക്കൽ കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും അവിടുത്തെ സന്നിധിയിൽ എളിമപ്പെടുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായ എളിമ കൊണ്ട് ഞങ്ങൾ ഹൃദയത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കമാരുടെ പുസ്തകത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മക്കമാരുടെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായം. അന്ത്യോക്കസ് എന്ന് പറയുന്ന രാജാവ് അഹങ്കാരത്താൽ നിറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തൻ്റെ മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ചും കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പ്രേരണ അനുസരിച്ചും നടക്കുന്ന അവസ്ഥയാണ് 2 മക്കമാരുടെ പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ. അങ്ങനെ സഹോദരങ്ങളെ, അവസാനം ഈ അന്ത്യോക്കസ് രാജാവ് അതിൻ്റെ 8-ാമത്തെ വാക്യം: അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലം പതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഒരു കാലത്ത് അഹങ്കാര തണലിൽ മനുഷ്യപ്രീതി അന്വേഷിച്ച് ദൈവത്തിന് മഹത്വം നടത്താതെ പോയ ഒരു രാജാവിൻ്റെ അവസാനമാണത്. അതിന് 12-ാമത്തെ വാക്യതാണ്: സ്വന്തം ദുർഗന്ധം, അവസാനം രോഗം പിടിപെട്ട് സ്വന്തം ദുർഗന്ധം സഹിക്കാതായപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തിന് കീഴ്പ്പെടുക യുദ്ധം തന്നെ, ദൈവത്തിന് തുല്യനെന്ന് മർത്തനാരും കരുതരുത്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ആത്മശോധന ചെയ്യുക. അത് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാൻ കണ്ണുകളടയ്ക്കാം.
പൗലോസ്ലീഹ ആത്മശോധനയോട് ചോദിച്ച ചോദ്യം നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പ്രീതിയാണോ അതോ ദൈവത്തിൻ്റെ മഹത്വമാണോ അന്വേഷിക്കുന്നത്, അതോ എൻ്റെ സ്വന്തം ഇഷ്ടവും മനുഷ്യരുടെ ഇഷ്ടവും അന്വേഷിച്ച് പോകുന്ന ഒരാളാണോ ഞാൻ? ദൈവത്തിൻ്റെ പ്രീതിയും ദൈവത്തിൻ്റെ ഇഷ്ടവും അന്വേഷിക്കാത്തിടത്തോളം കാലം, മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ പ്രോത്സാഹനവും മനുഷ്യൻ്റെ ഇഷ്ടവും അന്വേഷിച്ച് പോകുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുകയില്ല. എന്നെ പ്രതി മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്ത്യോക്യസ് രാജാവ് അതേ വഴിയെ പോയി, നബൂഖദ്നേസർ രാജാവ് അതേ വഴിയെ പോയി, ഹെരോദേസ് രാജാവും അതേ വഴിയെ പോയി നടന്നു. ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. മനുഷ്യരുടെ പ്രോത്സാഹനങ്ങൾ മനുഷ്യരുടെ ഇഷ്ടങ്ങൾ വിശ്വസിച്ച് പോയപ്പോൾ തലകുത്തി വീണ് നശിച്ച ജീവിതങ്ങളായത് മാറ്റപ്പെട്ടു. ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിൽ മതിമറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വന്തം കഴിവിലും സ്വന്തം കാര്യങ്ങളിലും അഹങ്കരിച്ച് നടന്ന അവസരമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അനുദപിക്കാം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. ദാനിയേലോട് ദൈവം പറഞ്ഞില്ല, ദാനിയേലെ ശരിയായി അറിയുന്നതിന് ദൈവസന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി ദൈവസന്നിധി എളിമപ്പെട്ടാൽ ആ നിമിഷം മുതൽ ദൈവം പ്രാർത്ഥന കേട്ട് തുടങ്ങും. 2 ദിനവൃത്താന്തം 7:14 എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, തങ്ങനെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. ദൈവം ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. എളിമയുള്ളിടത്തൊക്കെ ദൈവത്തിൻ്റെ കൃപയൊഴുകും. ബാബേലിൽ അഹങ്കാരം മൂത്തപ്പോൾ തകർക്കപ്പെട്ടു. എളിമയുള്ള സ്ഥലങ്ങളിലെല്ലാം കൃപയൊഴുകും. റാഫ യഹോവ. യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം, യേശുവേഗരക്ഷകനെ ആരാധിച്ചിടാം, യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം, യേശുവേഗരക്ഷകനെ ആരാധിച്ചിടാം. ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. കണ്ണുകൾ തുറന്ന് ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. ഈശോയെ നോക്കി ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. കാര്യങ്ങൾ ഉയർത്തി ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. ഉറക്കെ ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം. കൈകൾ വീശി ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കുക. അടുത്തുള്ള 5-8 വ്യക്തികൾക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാരുള്ളൊരു ഭാഷാവധി ശ്രദ്ധിക്കുക. ഭാഷാരില്ലാത്തൊരു യേശുവെ യേശുവെ എന്ന് വിളിക്കുക. ആരും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല. ഈ സായാഹ്ന ആരാധനയുടെ നിമിഷം വലിയ ദൈവശക്തിയുടെ നിമിഷങ്ങളാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് വലിയ ഉണർവോടെ ഇന്നും ജീവിക്കുന്ന കർത്താവിന് ദൈവജനം ആരാധിക്കുന്നു. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. ചേർന്ന് പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന.
ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന ഉച്ചസ്വരത്തിൽ പിതാവാം ദൈവത്തിന് ആരാധന പുത്രനാം ദൈവത്തിന് ആരാധന ആത്മാവാം ദൈവത്തിന് ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന വലിയ വിശ്വാസത്തോടെ ദൈവത്തിന് ആരാധന പുത്രനാം ദൈവത്തിന് ആരാധന ആത്മാവാം ദൈവത്തിന് ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന കൈകൾ ഉയർത്തി ആരാധന 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 മനസ്സ് തുറന്ന് ആരാധന 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 കരങ്ങൾ താഴ്ത്തിയടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി ചുറ്റുമുള്ളവരെ നോക്കി. ഇത് കർത്താവ് നമ്മുടെ കൂടെയുള്ള സമയമാണല്ലോ. അവിടെ നനയ്ക്കിരിക്കുന്ന മണിക്കൂർ കർത്താവിൽ ആനന്ദിക്കുന്നു. നന്നായി കൈകളടിച്ച് മാലാഖമാർ പാടിടും ആരാധന വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന ഊഹായ ദൈവത്തിന് ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന ചുറ്റുമുള്ളവരെ നോക്കി മാലാഖമാർ പാടിടും ആരാധന വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന ഊഹായ ദൈവത്തിന് ആരാധന ത്രിയേക ദൈവത്തിന് സ്വർഗവാസികൾ ചേർന്ന് മാലാഖമാർ പാടിടും ആരാധന വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന ഊഹായ ദൈവത്തിന് ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന 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 ആദരങ്ങൾ തുറക്കട്ടെ. ആരാധന 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 കൈകൾ വീശി ഹല്ലേലൂയ 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 ചന്ദനം അഴിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കട്ടികൾ പൊട്ടട്ടെ. ഹല്ലേലൂയ ഈശോയെ എന്നിൽ നിറയണമേ കൈകളടിച്ച് ഈശോയെ എന്നിൽ നിറയണമേ കരങ്ങളടിച്ച് ഈശോയെ എന്നിൽ നിറയണമേ ഈശോയെ എന്നിൽ നിറയണമേ ഈശോയെ എന്നിൽ നിറയണമേ ഒന്ന് ചേർന്ന് ഈശോയെ എന്നിൽ നിറയണമേ തിരുരക്തത്താൽ കഴുകണമേ ഈശോയെ ഈശോയെ കൈകൾ കൊട്ടി തിരുരക്തത്താൽ കഴുകണമേ ഈശോയെ ഈശോയെ ദൈവസ്നേഹം നിറയ്ക്കണമേ ഈശോയെ ഈശോയെ കൈകൾ ഉയർത്തിയടിച്ച് പുണ്യം നൽകണമേ ഈശോയെ ഈശോയെ ആരാധിക്കുന്നു. അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങൾ മാറട്ടെ. അഴിയട്ടെ ലോകത്തിന്റെ കെട്ടുകൾ യേശു നാമത്തിൽ വിട്ടു മാറട്ടെ. പാപചന്ദ്ര തകരട്ടെ യേശുവിന്റെ നാമം കൈകൾ നന്നായി ഉയർത്തിയടിച്ച് പോകട്ടെ യേശുവിന്റെ നാമത്തിൽ തുള്ളിച്ചാടി നീങ്ങി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. കോട്ടകൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ കൈകൾ വീശി ശക്തികൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തി നിറയട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശരീരത്തിലെ ക്ഷീണങ്ങൾ അത്ഭുതകമായി സൗഖ്യം പ്രാപിക്കട്ടെ. സ്വർഗം തുറക്കട്ടെ. സകല വചനങ്ങളും സ്ഥിരീകരിക്കപ്പെടട്ടെ. സകല വിശുദ്ധരുടെ കൂട്ടായ്മ നിറയട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി ഈ ആലയത്തിൽ നിറയട്ടെ. കാര്യങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി ഉറക്ക വിളിക്കുന്നു യേശുവേ.
രക്ഷിക്കുന്നു. കരങ്ങളിൽ ഉറക്കെ വിളിക്കുന്നു യേശുവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വൈദികർ വിശുദ്ധ ജലം തളിച്ച് ഈ സമൂഹം മുഴുവനെ ആശീർവദിച്ച് വെഞ്ചരിക്കും. ഏറ്റവും പുറകിലും നടുവിലും ഒക്കെ വഴികളിലൂടെ വന്ന് വെഞ്ചരിക്കും. വഴികളിലുള്ളവർ വഴി കൊടുക്കണം. ഈ വെഞ്ചരിപ്പിൻ്റെ സമയത്ത് നിങ്ങൾ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നിന്ന് നിങ്ങളുടെ വസ്തുക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. വീട്ടിലെ നിങ്ങളുടെ പ്രത്യേക ബുദ്ധിമുട്ടുള്ള മേഖലകൾ, കൃഷിയിടങ്ങൾ, കിണർ, ജോലി സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ,